പത്തനംതിട്ട തിരുവല്ലയിൽ തെരുവുനായുടെ ആക്രമണം. റവന്യൂ ടവർ പരിസരത്ത് 4 പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. AV ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഇതെപ്പോഴാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത്? വിവരങ്ങൾ. ഉന്മേഷ്, വൈകിട്ട് 3 മണിയോട് കൂടിയായിരുന്നു തിരുവല്ല റവന്യൂ ടവർ പരിസരത്ത് 4 പേർക്ക് തെരുവുനായ ആക്രമണം കടിയേൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 പേരെയും വ്യത്യസ്ത സമയങ്ങളിൽ 1 മണിക്കൂർ ഇടവിട്ടുകൊണ്ടാണ് ഒരു നായ തന്നെയാണ് കടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ട്രഷറി ജീവനക്കാരനായ P. മനോജ് കുമാറിനെയാണ് ആദ്യം തെരുവുനായ ആക്രമിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൈക്കുൾപ്പെടെ ഈ നായ കടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇതേ നായ തന്നെ പാലമ്മൽ സ്വദേശി രാജുവിനെ കടിച്ചു. ഒപ്പം തന്നെ മുംബൈയിൽ നിന്ന് സുഹൃത്തിനെ കാണാനെത്തിയ അമൽ മിസ്ത്രി എന്നൊരാളെയും തെരുവുനായ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. ഒപ്പം തന്നെ തിരുവല്ല ബാർ അസോസിയേഷനിലെ എബ്രഹാം തോമസ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെയും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 പേരും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും ഈ സർക്കാർ ഓഫീസിന്റെ തൊട്ടടുത്ത് മുക്കിന് താഴെയാണ് ഇത്തരത്തിൽ 4 പേരെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരേ നായ തന്നെയാണ് ഇവരെ ആക്രമിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടായോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കടിയേറ്റ ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാൽ അക്കാര്യത്തിൽ നിലവിലൊരു സ്ഥിരീകരണമില്ല. പക്ഷേ എങ്കിൽ പോലും ഇവരെന്തായാലും ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ബന്ധപ്പെട്ട വാക്സിൻ ഉൾപ്പെടെ ഇവർ കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തെരുവുനായ ഉൾപ്പെടെ വന്ധീകരിക്കണം, ഇവിടുന്ന് മാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി തവണ ഉന്നയിച്ചതാണ്. പക്ഷേ അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. എന്തായാലും 4 പേർക്കാണ് ഇപ്പോൾ കടി ഏറ്റിരിക്കുന്നത്. 4 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് നിലവിൽ. ഉന്മേഷ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.